ഹാർബിഞ്ചർ കളക്ട് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ പോയിസനെ പറ്റി നമ്മുടെ നിക്കോളാസ് ഹാർബിഞ്ചറിനോട് ചോദിച്ചപ്പോൾ ഈ പോയിസൺ അമിതമായി കുടിച്ചതുകൊണ്ടാണ് ഇവിടെ ഈ മൃഗങ്ങളൊക്കെ മരിച്ചു കിടക്കുന്നത്. നമ്മളും അമിതമായി കുടിച്ചാൽ നമ്മളും മരിച്ചു പോകും. ഇനി വളരെ കുറച്ച് കുടിച്ചാൽ ഇവർക്ക് ആ ഒരു ബ്ലൂ ലൈൻ ഒക്കെ ബ്രേക്ക് ചെയ്ത് അപ്പുറത്ത് പോകാൻ സാധിക്കും. എന്നാലും അധിക സമയം പിടിച്ച് ചെയ്യാതെ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് അത്രേ. ഇനി ഈ പോയിസനെ കുടിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഈ ഒരു ട്രാപ്പിനകത്ത് തന്നെ, ഈ സർക്കിളിനകത്ത് തന്നെ സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അസാസിൻ വന്ന് ഇവരെല്ലാം കൊന്നുകളയുന്നു. ആഹാ, അടിപൊളി. ഏതായാലും മരണം ഉറപ്പായി. പോയിസനെ കളക്ട് ചെയ്ത് അവർ തിരികെ വീട്ടിലോട്ട് പോകുന്നു. ഇതേ സമയം നമ്മുടെ എല്ലാവരും വലിയേറിയും പുതിയതായിട്ട് ഇങ്ങോട്ട് വന്ന ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഓൾസൺ, ലഫ്റ്റനന്റ് ഓൾസൺ. ഇവരെല്ലാവരെയും ഈ ഗണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു സൊല്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആളുകളെ പറ്റിയൊക്കെ വിശദമായി ഇദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കുന്നു. ഇതിനകത്ത് എത്ര ആളുകൾ ട്രാപ്പ് ആയിട്ടുണ്ട്, ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ആർലോയ്ക്ക് എന്ത് സംഭവിച്ചു, അതേപോലെ മാഗി ആരാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യവും ചോദിച്ച് മനസ്സിലാക്കി. എല്ലാവരും വലിയേറിയും തങ്ങളെ ഇവൻ രക്ഷപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാഗിയും അങ്ങോട്ട് വരുന്നു. നേരത്തെ നമ്മുടെ ഡൊണാൾഡ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് മാഗി കാട്ടിൽ കയറി പോയിട്ടുണ്ടായിരുന്നു അവിടെ മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയെ കാണാൻ. അവിടെ ചെന്ന് ആ പുള്ളിക്കാരുടെ മൃതദേഹമൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു വരുന്ന വരവാണ്. അവിടെ കാടിനുള്ളിൽ മരിച്ചു വീണ് കിടക്കുന്ന സ്ത്രീയുടെ പേരാണ് കാർമൻ. പുള്ളിക്കാരിയെ പറ്റിയും ഈ ലെറ്റനന്റ് ഇവിടെ സംസാരിക്കുന്നുണ്ട്. കാർമനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരൊരുമാതിരി വിയേർഡായിട്ട് വൈൽഡായിട്ട് പെരുമാറുന്നു എന്നൊക്കെ. കാർമൻ അവളുടെ സ്വഭാവത്തിലല്ല, കാർമന്റെ ബോഡി മറ്റെന്തോ കൺട്രോൾ ചെയ്തിരുന്നു. ഇനിയൊരു പക്ഷേ നമ്മുടെ ആർലോ പറയുന്ന പോലെ അസാസിനായിരിക്കുമോ കാർമന്റെ ബോഡി കൺട്രോൾ ചെയ്തിരുന്നത്? അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം കാർമന്റെ ബോഡിയിലുള്ള ആ ഒരു സംഭവം, ആ ഒരു എൻറ്റിറ്റി ഇപ്പം നമ്മുടെ ആർലോയുടെ ബോഡിയിലാണുള്ളത്. ആ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏലിയന്റെ പേരാണ് ഹാർബിഞ്ചർ. ആദ്യം ഹാർബിഞ്ചർ കാർമന്റെ ബോഡി യൂസ് ചെയ്തു, ദെൻ ഇപ്പം നമ്മുടെ ആർലോയുടെ ബോഡി യൂസ് ചെയ്യുന്നു. ആർലോയുടെ ബോഡിയിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ ഹാർബിഞ്ചറിന് ഓപ്പൺ ആയിട്ട് അവരോടൊക്കെ സംസാരിക്കാൻ സാധിച്ചത്. അങ്ങനെയാണല്ലോ ഹാർബിഞ്ചർ ഇവരോട് അസാസിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആദ്യമായിട്ട് കാർമനെ കണ്ടിരിക്കാൻ സാധ്യത നമ്മുടെ ആർലോ ആണ്. അന്നേ ദിവസം ആദ്യം കാട്ടിൽ കയറിപ്പോയത് ആർലോ ആണല്ലോ. ഇതറിഞ്ഞതും ലെഫ്റ്റനന്റ് ആവട്ടെ അദ്ദേഹത്തിന് ആർലോയെ കാണണമെന്ന് പറഞ്ഞു. നമ്മുടെ വലിയ ആർലോ ഇപ്പോൾ വീട്ടിൽ മുകളിലത്തെ മുറിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ മാഗി അവളെ തടഞ്ഞിട്ട്, ഇല്ല ആക്ച്വലി ആർലോ അവിടെയല്ല, ആർലോ ഒക്കെ ബാണിലുണ്ട്, ഞാൻ പിള്ളേരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് ലെഫ്റ്റനന്റിനെ കൂട്ടിക്കൊണ്ട് ബാണിലേക്ക് പോകുന്നു. ശരിക്കും ആർലോ ബാണിലൊന്നുമില്ല, ആർലോ ഇപ്പോൾ കാട്ടിലാണ്, നമുക്കറിയാം. പിന്നെ മാഗി ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നതിന് കാരണം ഈ പുറത്തുനിന്ന് വന്ന ലെഫ്റ്റനന്റിനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ഒരാളെയും വിശ്വസിക്കരുതെന്ന് നേരത്തെ ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. വുഡ്സിനിടയിലൂടെ തിരികെ വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ ആർലോയുടെ അടുത്ത് മിറിൽ എന്തുകൊണ്ടാണ് ഹാർബിഞ്ചർ ഇങ്ങോട്ട് വന്നത്, ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ ഒരു ഏലിയൻ ആണോ, എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ ഹാർബിഞ്ചർ ശരിക്കും ഒരു ഏലിയൻ ആണ്, അവനൊരു സീക്രട്ട് മിഷൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ആ മിഷനെതിരെ പ്രവർത്തിക്കുന്ന ഒരു അസാസിനാണ് ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അസാസിൻ വരുന്നതിന് മുമ്പ് തനിക്ക് തന്റെ മിഷൻ പൂർത്തിയാക്കണമെന്നൊക്കെയാണ് ഹാർബിഞ്ചർ പറയുന്നത്. ഇത്രയും മാത്രം ചോദിച്ചപ്പോഴേക്കും ഇവർ നിൽക്കുന്ന ഏരിയയിലൂടെ ഒരു കാർ പാസ് ചെയ്യുന്ന ശബ്ദം ഇവർ കേട്ടു. തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനൊന്നുമില്ല, ആ കാറിന്റെ ശബ്ദം കേട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് മൂവരും പോകുന്നു. സെയിം ടൈം ലെഫ്റ്റനന്റ് ഓൾസനെ ബാണിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് നമ്മുടെ മാഗി. നിങ്ങൾ പറഞ്ഞൊക്കെ കള്ളവല്ലേ, കാർമനെ നിങ്ങളല്ലേ കൊന്നത്, കാർമന്റെ കയ്യിൽ എന്തോ മുറുക്കി കെട്ടിയിരിക്കുന്നതിന്റെ പാടുകളൊക്കെ ഞാൻ കണ്ടതാണ്, നിങ്ങളുടെ കയ്യിൽ സ്ട്രിങ്സ് ഒക്കെ ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ ആണ് അവളെ കൊന്നത്, സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം, എന്തിനാണ് കാർമനെ കൊന്നു കളഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ നേരെ ഗണ്ണ് ചൂണ്ടി ചോദിക്കുന്നു. ലെഫ്റ്റനന്റ് ഓൾസൺ ആവട്ടെ യാതൊരു പേടിയും കൂടാതെ ഇവൻ ഇങ്ങോട്ട് വന്നത് തന്നെ ആർലോയ്ക്ക് വേണ്ടിയാണ്, ആർലോയും കൊണ്ടേ ഇവിടുന്ന് പോകുന്നൊക്കെ പറഞ്ഞ് മാഗിയുടെ അടുത്തോട്ട് ചെന്നു. മാഗി കയ്യിലിരുന്ന് തോക്ക് തിരിച്ച് ഇവന്റെ മുഖത്തിട്ട് ഒറ്റയടി. ആ ഒരു ഒറ്റയടിയിൽ അവന്റെ ബോധം പോയി, അവനെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടു. ദെൻ വലേറിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. വലേറിയക്ക് ഇത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. നീ എന്ത് ചെയ്തു കൂട്ടുന്നേ, ഇയാളൊരു പോലീസുകാരനാണ്, ഇയാൾ പറഞ്ഞൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലി ചതിച്ചിടോ ചെയ്യണ്ടേ, ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ കള്ളനാണെന്ന് തോന്നുന്നില്ല. അതിന് മാഗി പറയും, അതങ്ങനെയാണല്ലോ, കള്ളന്മാരെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല, നമ്മളെ പോലൊക്കെ തന്നെയാണ്. മാഗി എന്തോ കുത്തി പറയുന്ന പോലെ വലേറിയക്ക് സംഭവം പിടികിട്ടി. വലേറിയും ജെയിംസുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ഇവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. മാഗി, അത് പിന്നെ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് ദേഷ്യമുണ്ട്, വിഷമമുണ്ട്, ചതിക്കപ്പെട്ടവളെ പോലെയാണ് ഞാൻ എന്ന് കരുതി എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നിന്നോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം നീ നിന്നെപ്പറ്റി തന്നെ വിചാരിച്ചു വെച്ചേക്കുന്നത് നീ ഒരു നല്ല ആളാണെന്നല്ലേ, അത് അങ്ങനെയല്ലെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവും. അപ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും. ആ തിരിച്ചറിവ് നിന്നെ ഒത്തിരി വേദനിപ്പിക്കും വലേറിയ, അതിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. മാഗി പറയുന്നതൊക്കെ കേട്ട് വലേറിയ നിന്ന് നിപ്പില്ലെങ്കിൽ ശാപം പോലായി പോയി. നേരത്തെ ആലോചിക്കണമായിരുന്നു, ചതിക്കാൻ പോയപ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഫീൽ അടിച്ചും വിഷമിച്ച് പണ്ടാറടങ്ങിയിരിക്കേണ്ടി വരുമെന്ന്. ഇവിടെ മാഗി ആരെയും ചതിച്ചിട്ടില്ല. അവൾ ആത്മാർത്ഥമായി ജെയിംസിനെ ഇഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ അവൾക്ക് അങ്ങനെയൊന്നുമില്ല, ആ ഫീലിംഗ്സ് ഒന്നുമില്ല. ഒരു പക്ഷേ ഉണ്ടാവാം, ഉണ്ടെങ്കിൽ തന്നെ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, കാര്യങ്ങൾ ഇത്രയൊക്കെ വഷളായില്ലേ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, തന്നെ ചതിക്കേണ്ടതും ചതിച്ചു, എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ഭയങ്കര അടിപൊളി ക്യാരക്ടറാണിത്. ആദ്യത്തെ ഒരു 2 എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഈ ക്യാരക്ടറിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. മാഗിയോട് ഒരുത്തനെ അടിച്ച് ബോധം കെടുത്തി കെട്ടിയിട്ടുണ്ടല്ലോ, അവന് ബോധം വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നേ, നിന്റെ മകൻ ആർലോ എൻ്റെ അടുത്ത് കൊണ്ടുപോവാ, ഞാൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും അനുഭവിക്കും, ഇത് വലിയ പ്രശ്നമാണ്. ഇവൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ട് മാഗിക്ക് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. പുള്ളിക്കാരി തോക്കൊക്കെ എടുത്ത് അവനെ പിന്നെയും അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. അല്ല പിന്നെ ഇവിടുന്ന് ഒരുത്തം കയറി വന്നിട്ട് ഇവളുടെ സ്വന്തം മകനെ അവന് കൊടുക്കണം, ചെറുക്കനെ അവന് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അമ്മയാണ് സഹിച്ച് നിൽക്കുക? ഇനി ഒരു അക്ഷരം കൂടി ഇവൻ മിണ്ടിയിരുന്നെങ്കിൽ ഇവൻ അടിക്കൊണ്ടേനെ. തൽക്കാലം ഇതേ അവസ്ഥയിൽ ഇവൻ ഇവിടെ തന്നെ കിടക്കട്ടെ, ഇവന് ഇവിടുന്ന് വിടരുത് എന്ന് പറഞ്ഞ് മാഗി അവിടുന്ന് മാറിപ്പോയി. വലേറിയ ഇവിടെ കാവൽ നിർത്തി. പിള്ളേരെങ്ങാനും ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാഗിയുടെ അമ്മ എല്ലൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. എല്ലൻ വീട്ടിൽ കയറി നോക്കിയപ്പോൾ കുട്ടികളെ അവിടെയും കാണാനില്ല. പിള്ളേർ എവിടെ പോയതാണെന്ന് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ വലേറിയ എല്ലൻ്റെ കയ്യിൽ ഗണ്ണ് കൊടുത്തിട്ട്, പ്ലീസ് നിങ്ങൾ ഇവിടെ നിൽക്കണം, ഒരു കാരണവശാലും ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്, കുട്ടികൾ പുറത്തെവിടെയും പോയിട്ടുണ്ടാവും, ഞാൻ പോയി അവരെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് കുട്ടികളെ തിരക്കി പോകുന്നു. ഇതേ സമയം നമ്മുടെ ഡൊണാൾഡിനെ കിടത്തിയിരിക്കുന്ന അവിടെ ക്ലിനിക്കിലേക്ക് ചെല്ലുന്ന മാഗി ഒരുമാതിരി അങ്ങ് കൺട്രോൾ വിട്ട പോലെ സഹി കെട്ട് കരയുന്നൊക്കെയുണ്ട്. പാവം, എത്രയെന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ എത്ര ബോൾഡായിട്ട് ആക്ട് ചെയ്താലും ഒരു മൊമെന്റിൽ എല്ലാം കയ്യിന്ന് പോലും. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവൾക്ക് ചുറ്റും സംഭവിക്കുന്നത്. ഇവളുടെ ഹസ്ബൻഡ് ഇവളെ ചീറ്റ് ചെയ്തു, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരു സൈഡിൽ നടക്കുന്നു. ഇപ്പോൾ ഇവരുടെ ട്രാപ്പ് ആയിരിക്കുന്നു, ആരൊക്കെ ഇവിടുന്ന് ജീവനോട് രക്ഷപ്പെടുന്ന അറിയാത്ത അവസ്ഥ. ഇതൊന്നും കൂടാതെ ഇവളുടെ മകൻ ആർലോയെ വേണമെന്ന് പറഞ്ഞ് വേറൊരുത്തം പുറത്തുനിന്ന് വന്നിരിക്കുന്നു, അത് ഒരു പോലീസുകാരൻ. എത്രയെന്ന് വെച്ചാൽ മാഗി പിടിച്ചു നിൽക്കുക. ഏതൊരാളുടെയും ലിമിറ്റ് പൊട്ടുന്ന
ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എത്രയൊക്കെ സങ്കടപ്പെടത്തില്ല കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നാലും മനുഷ്യനാണ് ഒരു മൊമെന്റ് കയ്യിൽ നിന്ന് പോവും, വീണു പോവും. അതൊക്കെ തന്നെയാണ് മാഗി ഇവിടെ സംഭവിക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ ഡൊണാൾഡ് അവളുടെ അടുത്ത് വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. മാഗി പറയുന്നേക്ക് സമാധാനപ്പെടും, നീ ഇപ്പോൾ ഇത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാലോ. ക്ലിയർ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാലോ. പ്ലീസ് മാഗി സേഫ് ആയിട്ടിരിക്കണം. നമ്മളിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കൺട്രോൾ ചെയ്ത് സഹിച്ച് നിന്നേ പറ്റൂ. ഇതേ സമയം കാട്ടിലൂടെ നടന്നു വരുന്ന കുട്ടികൾ കാറിന്റെ ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. കാറിൽ വന്നത് ഗ്യാസ് മാസ്ക് ധരിച്ച വ്യക്തി തന്നെയായിരുന്നു. കുട്ടികൾക്ക് കാണത്തക്ക രീതിയിൽ ഈ വര ക്രോസ് ചെയ്യരുത്, ഡോൺ ക്രോസ് ദ ലൈൻ എന്ന് ബോർഡിൽ എഴുതി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ വ്യക്തി ലൈനിന്റെ അപ്പുറത്താണ്. നിക്കോളാസിന്റെ കയ്യിൽ ആ പോയിസൺ ഇരിക്കുന്നത് കണ്ട് ആ പോയിസൺ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. നിക്കോളാസ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ആർലോയും പറയുന്നുണ്ട് ഒരിക്കലും ആ പോയിസൺ അങ്ങേർക്ക് കൊടുക്കരുതെന്ന്. നിക്കോളാസ് കൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞവിടെ മാസ്ക് ഇട്ട വ്യക്തി നേരെ ഓടി ഈ ലൈൻ ക്രോസ് ചെയ്ത് ഇതിനകത്ത് കയറി നമ്മുടെ പയ്യന്റെ അടുത്ത് നിന്ന് ആ ജാറ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. പിടിവലിക്കിടയിൽ ജാറ് രണ്ടുപേരുടെ കയ്യിൽ നിന്ന് തെറിച്ച് താഴെ വീണ് പൊട്ടിപ്പോയി. പോരാതെ തന്നെ നിക്കോളാസിന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ഈ പിടിവലിക്കിടയിൽ പയ്യൻ അറിയാതെ ഈ കത്തി അയാളുടെ ശരീരത്തിൽ കുത്തിയിറക്കുന്നുണ്ട്. അങ്ങനെ പോയിസണും നഷ്ടപ്പെട്ടു. ഈ ഗ്യാസ് മാസ്ക് ഇട്ട വ്യക്തിയുടെ ശരീരത്തിൽ കത്തിയും കുത്തിയിറങ്ങി. അതുകൊണ്ട് നിക്കോളാസ് ആകെ അങ്ങ് പേടിച്ചു. താൻ കാരണം ഒരാൾ മരിക്കാൻ പോകണോ? ഒട്ടും സമയങ്ങളെ നമ്മുടെ മെറിൽ അവളുടെ അമ്മയുടെ കൂട്ട് ബോൾഡായിട്ട് ആക്ട് ചെയ്ത് നമുക്ക് ഇദ്ദേഹത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ചിരുന്ന ഗ്യാസ് മാസ്ക് മാറ്റി. ഇതാണ് ഈ പുള്ളിക്കാരൻ, കണ്ടല്ലോ. ആൻഡ് അങ്ങേരുടെ ശരീരത്തുള്ള മുറിവിൽ തുണി ഉപയോഗിച്ച് ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നു. ഈ വീണ് കിടക്കുന്ന വ്യക്തിയെ കണ്ട നമ്മുടെ ആർലോ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന്, അല്ല നിങ്ങളെ എനിക്ക് അറിയാലോ. ആ പുള്ളിക്കാരനും ആർലോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ഇത് നീയല്ലേ? ആദ്യം ആ സ്ത്രീയുടെ ശരീരത്തുണ്ടായിരുന്ന നീ? ഞാൻ തന്നെ. ആദ്യം ആ സ്ത്രീയുടെ ബോഡിയിലായിരുന്നു, ഇപ്പൊ ഈ പയ്യന്റെ ബോഡിയിൽ. നിങ്ങളെനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ പേര് മക്നാബ് എന്നല്ലേ? ശ്രദ്ധിച്ചോളൂ, ഈ വ്യക്തിയുടെ പേരാണ് മക്നാബ്. കഥയുടെ തുടക്കം മുതൽ പലയിടത്തും ഗ്യാസ് മാസ്ക് ഇട്ട് അപ്പിയർ ആയ ഇവിടെ ഈ വലിയ ബ്ലൂ സർക്കിൾ വരച്ചു വെച്ച ഈ വ്യക്തിയുടെ പേര് മക്നാബ്. മക്നാബ് പറയുന്നത് അദ്ദേഹം ആർലോയുടെ ബോഡിയിലുള്ള ആ ഒരു എൻറ്റിറ്റി, ആ ഒരു ഏലിയനെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാണ്. സെയിം ടൈം അങ്ങ് ബാണില്ല ലെഫ്റ്റനന്റ് ഓൾസന് കാവൽ നിൽക്കുവാണല്ലോ നമ്മുടെ എല്ലൻ. പുള്ളിക്കാരിക്ക് സമയാസമയത്ത് അടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ കൈ വിറയ്ക്കും. ഓൾസനും ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് പതിയെ ഓൾസൻ ഈ സ്ത്രീയോട് സംസാരിച്ചു തുടങ്ങി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലനെ കൺവിൻസ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടാനൊരു സാധ്യത ഉണ്ടോ എന്ന് നോക്കുവാണ് പുള്ളി. അതെ, നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? എന്റെ കണ്ണിന്റെ ഇവിടെ മൊത്തം ബ്ലഡ് ആയിട്ടുണ്ട്, ആകെ മൊത്തം നീറുന്നു, കണ്ണെരിയുന്നു. ഇതൊന്ന് ജസ്റ്റ് തൂത്ത് തരുമോ? എല്ലാനാണെങ്കിൽ അങ്ങനെ അടുത്തോട്ട് പോലും പോകാൻ തയ്യാറാവുന്നില്ല. ജസ്റ്റ് ഒരു പേടിയോടെ മാറി ഇങ്ങനെ നിൽക്കുക. ഹേയ് പറഞ്ഞു കേട്ടില്ലേ, ജസ്റ്റ് ഈ ബ്ലഡ് ഒന്ന് തുടച്ചാ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാനാ? എന്നെ ഇവിടെ മൊത്തത്തിൽ കെട്ടിയിട്ടിരിക്കുമല്ലേ? പ്ലീസ് എനിക്ക് കണ്ണെരിഞ്ഞിട്ട് പോയി, അതുകൊണ്ടല്ലേ. ഇങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് ആവശ്യപ്പെടുന്നത് കൊണ്ട് നമ്മുടെ എല്ലനും പതിയെ അങ്ങേറെ അടുത്ത് എന്ന് അങ്ങേരെ ആവശ്യപ്പെട്ട പോലെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു. അടുത്തോട്ട് ചെന്നതേ പാവം നമ്മുടെ എല്ലാം ഓർമ്മയുള്ളൂ. ഉടനടി ഓൾസൻ ഇങ്ങനെ വായൊക്കെ തുറന്ന ഒരു ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള രീതിയിലൊരു പെരുമാറ്റം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓൾസന്റെ ബോഡിക്കുള്ളിൽ ഒരു എൻറ്റിറ്റി ഉണ്ട്, ഒരു ഏലിയൻ ഉണ്ട്. ആ ഏലിയൻ ഇപ്പൊ നമ്മുടെ എല്ലന്റെ ബോഡിയിലേക്ക് പ്രവേശിച്ചു. കഥയുടെ തുടക്കത്തിൽ നമ്മുടെ കാർബന്റെ ബോഡിയിൽ നിന്ന് ആർലോയുടെ ബോഡിയിലേക്ക് ഹാർബിച്ചർ മാറിയില്ലേ? അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. അതായത് പറഞ്ഞു വരുമ്പോൾ ഹാർബിച്ചർ പേടിക്കുന്ന ആ അസാസിനാണ് ഇപ്പോൾ എല്ലന്റെ ബോഡിയിലുള്ളത്. എല്ലന്റെ കയ്യിലെ വിറയിലൊക്കെ നിന്ന് കണ്ടില്ലേ? കാരണം ഇപ്പൊ ഈ പുള്ളിക്കാരെ കൺട്രോൾ ചെയ്യുന്നത് ആ ഏലിയനാണ്. ആൻഡ് ഇത്രയും നേരം ഈ അസാസിൻ യൂസ് ചെയ്യുന്ന ലെഫ്റ്റനന്റ് ഓൾസനെ ഈ പുള്ളിക്കാരെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നുണ്ട്. എല്ലനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഏലിയൻ അവൻ നേരത്തെ യൂസ് ചെയ്യുന്ന ലെഫ്റ്റനന്റ് ഓൾസനെ അങ്ങ് കൊന്നു കളഞ്ഞു. ഇവനെ വെടിവെച്ച് കൊന്നു മാത്രമല്ലാതെ എല്ലന്റെ തല ഇങ്ങനെ ഇടിപ്പിച്ച് മുറിക്കുന്നുണ്ട്. കാരണം മാഗിയും വലേറിയും ഒക്കെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ പറയാനൊരു റീസൺ വേണം. ഈ ഓൾസൻ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ട് മാത്രമാണ് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നതെന്ന് തന്ത്രപരമായി അവരുടെ ഇടയിൽ കൂടി നമ്മുടെ ആർലോയെ അല്ലെങ്കിൽ നമ്മുടെ ഹാർബിഞ്ചറിനെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമമാണേ. സെയിം ടൈം കുറേ അപ്പുറത്ത് നമ്മുടെ എഡ്വാർഡിന്റെ സ്ഥലത്ത് അവിടെ സൈലോയ്ക്കുള്ളിൽ കയറിയ റൂവൻ ഇങ്ങനെ ഒരുമാതിരി എന്തിനോ നോക്കി നിൽക്കുന്നു. എന്തിലേക്കാണ് ഇവനിങ്ങനെ നോക്കി നിൽക്കുന്നതെന്നാൽ ഇതൊരു ട്രീ ആണ്, ഒരു മരം. ഈ സൈലോയ്ക്കുള്ളിൽ ഒരു മരമുണ്ട്. സാധാരണ കാണുന്ന പോലെയുള്ള ഒരു ട്രീ ഒന്നുമല്ല. ഈ ട്രീ ഇവനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. ട്രീയുടെ ഷേപ്പും സ്ട്രക്ചറും കളേഴ്സും ഒക്കെ കണ്ടില്ലേ? ഒരുമാതിരി വിയേർഡ് ആയിട്ടുള്ള മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ട്രീ. നമ്മുടെ റൂബൻ അവിടുന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ആ ട്രീയിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് വന്നതോടെ പുള്ളിക്കാരൻ അതിൽ തന്നെ അങ്ങനെ നോക്കി നിൽക്കുവാണ്. സെയിം ടൈം വീടിന്റെ ബേസ്മെന്റിൽ വീടുപോയി നമ്മുടെ ജെയിംസിന് ബോധം വരുമ്പോൾ പുള്ളിക്കാരന്റെ കയ്യിലൊക്കെ ആരും ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. പതിയെ ഒരു വിധത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ ഗ്യാസ് മാസ്ക് ധരിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കണ്ട മക്നാബല്ല, മക്നാബിനെ പോലെ തന്നെ ഗ്യാസ് മാസ്ക് ധരിച്ച മറ്റൊരാൾ. അവൻ ഗ്യാസ് മാസ്ക് ഊരി ഇതാണ് ആള്. ഇവനും എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഫിസിക്കലി അവനും എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അവനും ഒരുമാതിരി പതിരിയാണ് നടക്കുന്നത് പോലും. ജെയിംസിനെ ഇങ്ങനെ നോക്കി നിന്ന് ഇവനൊരു സിഗരറ്റൊക്കെ കത്തിച്ചിട്ട് ഇതൊരു സമസ്യയാണെന്ന് കരുതിക്കോ. ഞാൻ ഈ സിഗരറ്റ് വലിച്ചു തീർത്തിട്ട് നിന്നെ കൊല്ലാതിരിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാതിരിക്കണമെന്ന് നീ എനിക്ക് പ്രോപ്പറായ ഒരു കാരണം പറഞ്ഞു തരണം എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നു. പാവം നമ്മുടെ ജെയിംസ് ആകെ അങ്ങ് സ്റ്റക്കായിപ്പോയി. ഇവൻ എന്തിന് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ഒന്നും അറിയാത്ത അവസ്ഥ.